ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ചിക്കൻ ഫ്രൈയോ ബീഫ് ഫ്രൈയോ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ഗ്രേവി കിട്ടാറുണ്ട്. ആ ഗ്രേവി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ് ഈ ഒരു ഗ്രേവി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലിപ്പോൾ ഡ്രൈ ഐറ്റംസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു ഗ്രേവി ആവശ്യമായിരിക്കും. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വീണ്ടും കറി ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പം ഇതുപോലൊരു ഗ്രേവി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രേവി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയല്ല, ഒരു മീഡിയം വലിപ്പമുള്ള 2 തക്കാളി. അതുപോലെ തന്നെ മീഡിയം വലിപ്പത്തിൽ 2 സവോള എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് എടുക്കാൻ പോകുന്നത്. കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കുക എന്നുള്ളതാണ്. തേങ്ങ അരയ്ക്കുമ്പോൾ ഇതിലേക്ക് 1-2 കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് അരച്ചെടുക്കാനായിട്ട്. അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമാണിത്, ചെറിയ ജീരകമല്ല, ഒരു 4-5 കശുവണ്ടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണം ഇത്. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ സവോളയും തക്കാളിയും നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ അരപ്പ് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കാഷ്നട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് അധികം വെള്ളം ചേർത്ത് അരയ്ക്കേണ്ടി വരും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ഏലക്ക, അതുപോലെ തന്നെ ഒരു പീസ് പട്ട 3ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു 3 ഗ്രാമ്പൂ, ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. വലിയ സവോളയാണെങ്കിൽ 1.5 സവോള മതി. മീഡിയം വലിപ്പമുള്ള സവോളയാണെങ്കിൽ 2 സവോള എടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഒന്ന് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് ചേഞ്ചായി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. ആദ്യമേ നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ആദ്യം 1/4 ടീസ്പൂൺ അരപ്പിൽ ചേർത്തിട്ടുണ്ട്, എങ്കിലും 1/4 ടീസ്പൂണും കൂടി മഞ്ഞൾപ്പൊടി ചേർക്കുക. അതുപോലെ തന്നെ നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളക് ചേർത്തതിന് അത്യാവശ്യം എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1.5 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി കൂടുതൽ വേണ്ട. നമ്മൾ ചിക്കനോ മുട്ടയോ ഒക്കെ ചേർക്കുകയാണെങ്കിൽ മല്ലിപ്പൊടി കൂടുതൽ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു കറി ആയതുകൊണ്ട് നമുക്ക് അധികം മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മുടെ നല്ല ജീരകം പൊടിച്ചത്. അടുത്തത് നമുക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ്. അപ്പോൾ വെജിറ്റേറിയൻസിന് ഗരം മസാല ചേർക്കാം, നോൺ വെജിറ്റേറിയൻസിന് ചിക്കൻ മസാല ചേർക്കാം. ചിക്കൻ മസാല ചേർക്കുമ്പോൾ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് കൂടുതൽ വരും, അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ മസാല ചേർക്കുന്നത്. 2 ടീസ്പൂണാണ് ചിക്കൻ മസാലയും ചേർക്കുന്നത്. ഇതെല്ലാം ചേർന്ന് ഈ പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. എണ്ണ കുറവാണെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല, ആവശ്യത്തിന് എണ്ണ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ആദ്യമേ നമ്മൾ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. അതൊരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പൊടികളുടെ കൂടെ കിടന്നിട്ട് ഇതും കൂടി ഒന്ന് കുക്കായി വന്നോളും. അപ്പോൾ നമ്മൾ എടുത്തിരുന്ന സവോളയുടെ അളവ് കുറഞ്ഞത് കണ്ടോ, വളരെ കുറച്ചായി സവോള. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുറച്ച് കറി ഉണ്ടാവുള്ളൂ. കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സവോള എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം, 2 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ പൊടികൾ കരിഞ്ഞു പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ
ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ, ഇതുപോലെ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കിനി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി വേഗം തന്നെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വയ്ക്കട്ടെ. അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ തക്കാളി ഉടഞ്ഞു വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മളിതിലേക്ക് ചൂടുവെള്ളം മാത്രം ചേർക്കുക, പച്ചവെള്ളം ചേർക്കരുത്. അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തു, ഒന്ന് ഉടച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് ചേർക്കാം. അരപ്പ് ചേർക്കുമ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാഷ്നട്ടൊക്കെ അരച്ചതുകൊണ്ട് തന്നെ വേഗം തന്നെ അരപ്പ് തിക്കായി വരും. അതുകൊണ്ട് കുറച്ചധികം വെള്ളം ചേർക്കണം. ചൂടുവെള്ളം തന്നെ ചേർക്കണം, പച്ചവെള്ളം ചേർക്കരുത്. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കുകയാണ്. അത് ഈ അരപ്പിലേക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും വെള്ളം ചേർക്കാനുണ്ട്. ഞാനിപ്പോൾ ഒരു 4 കപ്പ് മെഷറിംഗ് കപ്പിൽ 4 കപ്പ് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. തിളയ്ക്കുന്ന ഭാഗമല്ല, നന്നായിട്ട് ചൂടായി വരുന്ന ഭാഗത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 കപ്പ് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ചേർക്കണം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കണം. കുറച്ച് മതി, ഒരു 1-1.5 ടേബിൾ സ്പൂൺ മല്ലിയില മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് തിളച്ചാലേ നമ്മുടെ കറി പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. 20 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കാഷ്നട്ട് ചേർത്തുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ ചേർക്കണം എന്ന് പറഞ്ഞത്. അരപ്പ് വഴറ്റിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ലാസ്റ്റ് 1-2 ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പോഴേ നമ്മുടെ ഗ്രേവി പെർഫെക്റ്റ് ആവുള്ളൂ. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ ഗ്രേവി കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യാം. അതിനുശേഷം ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. എരിവൊക്കെ ആവശ്യത്തിനുണ്ട്, ഉപ്പ് മാത്രമേ കുറവുള്ളൂ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. നമ്മൾ ചിക്കൻ മസാല ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു ചിക്കൻ കറിയുടെ ഫ്ലേവറൊക്കെ വരും കേട്ടോ. അപ്പോൾ വെജിറ്റേറിയൻസ് ഗരം മസാല മാത്രം ചേർക്കുക, ചിക്കൻ മസാല ഒഴിവാക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് അടച്ചു വയ്ക്കരുത്, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് തിളച്ച് പോകരുതല്ലോ, അതുകൊണ്ടാണ് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വയ്ക്കുക എന്ന് പറഞ്ഞത്. ഞാനിവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റായി. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തു. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഒഴിച്ചിരുന്ന എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വറവ് ചേർക്കാനുണ്ട്. ഇത് ചൂട് മാറി വരുമ്പോൾ ഒന്നുകൂടി കുറുകി വരും കേട്ടോ. നമ്മൾ കാഷ്നട്ട് ചേർത്തുകൊണ്ട് തന്നെ കുറുകി വരും. അതുകൊണ്ട് ഞാൻ ഈ കുറുകി എടുക്കുന്നില്ല. ചൂട് മാറി വരുമ്പോൾ കുറുകിക്കോളും. നമുക്കിനി വറവ് ചേർക്കാം. നമുക്ക് വേറെ പാൻ വയ്ക്കാം. ഇനി പാനൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒരുപാട് ചൂടാവുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഒരുപാട് എണ്ണ ചൂടായി പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി.
ഇനി ഈ പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോകരുത്, ഒന്ന് ചൂടായി വരാനേ പാടുള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്കിനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ കറിയിലേക്ക് ചേർക്കാണ്. അപ്പോൾ നമ്മുടെ കറിക്ക് പ്രത്യേകിച്ച് ഒരു ഭംഗിയും വരും, അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റും വരും. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു കറി ആയിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ചിക്കനോ മട്ടനോ അല്ലെങ്കിൽ ബീഫോ മുട്ടയോ ഒന്നുമില്ലെങ്കിലും ഇതുപോലൊരു ഗ്രേവി റെഡിയാക്കിയിട്ട് ചപ്പാത്തി, അപ്പം, പൊറോട്ട എല്ലാം കഴിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ അതേ ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതൊന്ന് ചൂട് മാറി കഴിയുമ്പോൾ നമ്മൾ കഴിക്കാനെടുക്കുക. ചൂടോടുകൂടി എടുക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് മാറിയിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുക. ചൂടോടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയൊന്ന് കുറുകാനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ചൂട് മാറട്ടെ എന്ന് പറഞ്ഞത്. ചൂട് ഒരുവിധം ഒരു 3/4 ഭാഗം മാറി കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡിലും കിട്ടാറുണ്ട് നമുക്ക് ഈ ഒരു കറി, അതുപോലെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡിലും കിട്ടാറുണ്ട്. ബ്രൗൺ ഷെയ്ഡിൽ കിട്ടണമെങ്കിൽ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ട് വേണം ചെയ്യാൻ. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ രീതിയാണ്. അപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു റെസിപ്പി ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചിക്കൻ ഫ്രൈയോ ബീഫ് ഫ്രൈയോ ഒക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഇതുപോലൊരു സൈഡ് ഡിഷ്, ഇപ്പോൾ നമ്മൾ ഗ്രേവി അല്ലാത്ത കറികൾ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു സൈഡ് ഡിഷും കൂടി റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പവും ചപ്പാത്തിയും പൊറോട്ടയും എല്ലാം ഈസി ആയിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾക്കൊക്കെ ഒരു ലൈക്കും കൂടി തരണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.